മലയാളികൾക്കേറെ പ്രിയപ്പെട്ട താരങ്ങളിലൊരാളാണ് കാർത്തിക് പ്രസാദ്. ടെലിവിഷൻ മേഖലയിലൂടെയാണ് താരം ശ്രദ്ധിക്കപ്പെടുന്നത്. മൗനരാഗം എന്ന സീരിയലിലൂടെ ബൈജു എന്ന കഥാപാത്രമായിരുന്നു ഇദ്ദേഹം ചെയ്തുവരുന്നത്. ഇദ്ദേഹം ഈ പരമ്പരയിൽ അവതരിപ്പിച്ച ഈ കഥാപാത്രം വളരെ ശ്രദ്ധേയമായി. ആദ്യമൊക്കെ ബൈജുവിൻ്റെ അഭിനയം വളരെ മോശമായിരുന്നുവെങ്കിലും പിന്നീട് ഈ കഥാപാത്രത്തെ ആളുകൾ ഇഷ്ടപ്പെടുകയായിരുന്നു. അത്രയും തന്മയത്തോടെയാണ് ഈ കഥാപാത്രത്തെ ഈ നടൻ അവതരിപ്പിച്ചത്. കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ഇദ്ദേഹത്തിനൊരു അപകടം സംഭവിച്ചത്. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുതിയ അഭിമുഖമാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. കാലിൽ മാത്രം ഇതിനോടകം 10ഓളം ശസ്ത്രക്രിയകൾ ചെയ്തുവെന്നാണ് പറയുന്നത്. 6 മാസമായി ഇദ്ദേഹം അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. മൗനരാഗം പരമ്പര ഷൂട്ടിംഗ് കഴിഞ്ഞ് റൂമിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോവുകയായിരുന്നു താരം. അപ്പോഴാണ് പുറകിൽ നിന്ന് ഒരു KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ചത്. അദ്ദേഹം മുഴുവൻ പൊള്ളലേറ്റതുപോലെയായിരുന്നു എന്നാണ് പറയുന്നത്. അപകടസ്ഥലത്തു വച്ചു തന്നെ ഇദ്ദേഹത്തെ പലരും തിരിച്ചറിഞ്ഞുവെന്നും പറയുന്നു. തനിക്ക് കേൾക്കാമായിരുന്നു എന്നും താരം പറയുന്നു. എന്നെ അവർ വണ്ടിയിൽ കയറ്റുന്നത് വരെയുള്ള പല കാര്യങ്ങളും ഓർമ്മയിലുണ്ട്. എന്നാൽ പിന്നീട് ഒന്നും ഓർമ്മയില്ല. ആശുപത്രിയിൽ എത്തിയ ശേഷം ഡോക്ടറാണ് പറഞ്ഞത് അപകടം സംഭവിച്ചു എന്ന്. പരിക്കുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. കാലിലെ ഞരമ്പുകൾ എല്ലാം തന്നെ തകർന്നിരുന്നു. സ്കാനിങ്ങിനു ശേഷം കാൽ മുറിച്ചു കളയണമെന്നാണ് ഡോക്ടർ ആദ്യം പറഞ്ഞത്. എന്നാൽ പിന്നീടായിരുന്നു ഓപ്പറേഷൻ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നും താരം പറയുന്നു. അങ്ങനെയായിരുന്നു പിന്നീട് ഓപ്പറേഷൻ നടന്നത്. അത് വിജയകരമാവുകയും ചെയ്തു. ഇതുവരെ കാലിന് മാത്രം 10 സർജറികളാണ് ചെയ്തു വന്നത്. ഇപ്പോൾ സർവൈവൽ ഘട്ടത്തിലാണ്. എങ്ങനെയെങ്കിലും അഭിനയം വീണ്ടും തുടരണം എന്ന ആഗ്രഹത്തിലായിരുന്നു താരം ഇതുവരെ. ഇനി 2 മാസം കഴിഞ്ഞാൽ വീണ്ടും സീരിയലിൽ സജീവമാകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പ്രേക്ഷകർ അവരുടെ സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ അറിയിച്ചുകൊണ്ട് വരാറുണ്ടെന്നും താരം പറയുന്നു.